ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് അഖിനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ടൈമിന് ജിന്നാണെങ്കിൽ അഖിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ആ സമയം പെട്ടെന്ന് അഖിൻ ഞെട്ടി ഉറക്കം എഴുന്നേക്കാണ്. അപ്പോൾ ജിന്നിനെ തൊട്ടടുത്ത് കാണുമ്പോഴത്തേക്കും ഇവ ശരിക്കും പേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവൻ്റെ ദേഹത്തും ഡ്രസ്സില്ല, ജിന്നിൻ്റെ ദേഹത്തും ഡ്രസ്സില്ല. അതും കൂടെ കാണുമ്പോഴത്തേക്കും ഇവൻ കുറേ കൂടെ പേടിച്ചിട്ട് ഞാനെന്താ ഇവിടെ, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന്, ഇതെൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്, നീ ഇന്നലെ രാത്രി കുറേ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ, ഞാൻ ഡ്രിങ്ക് ചെയ്തെന്നു, നീ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം കാണിക്കുകയാണ്. അതായത് ഇവർ രണ്ടുപേരും എവിടെയോ ഡ്രിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി നല്ലതുപോലെ ഡ്രിങ്കായി കഴിയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ അവിടെ കിടന്ന് കൊച്ചു പിള്ളേരെക്കാളും കഷ്ടത്തിന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൻ കാണിച്ചു കൂടുന്ന എല്ലാ കുരുത്തക്കേടും നമ്മുടെ ജിന്നാണെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ നിക് നെയിമായിട്ടുള്ള അഖിൻ എന്നുള്ള നെയിമിൻ്റെ കിൻ എന്നാണ്, അതാണ് അതിൻ്റെ നിക് നെയിം. അപ്പോൾ ആ ഒരു പേര് വിളിക്കുകയാണ്. അപ്പോൾ ആ വിളിക്കുന്ന ടൈമിന് കുടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അഖിനാണെങ്കിൽ അങ്ങനെ വിളിക്കാൻ മാത്രം നമ്മൾ ക്ലോസ് അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഒരു 1000 രൂപ എടുത്തു കൊടുക്കുന്നത്, ഇത് മതി നീ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അഖിനാണെങ്കിൽ അവിടെ കിടന്ന് ഫുള്ള് ബഹളം ഉണ്ടാക്കുകയാണ്. അതെല്ലാം തന്നെ ഇപ്പോൾ വീഡിയോയിൽ പ്ലേ ചെയ്തിട്ട് ജിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ദൈവമേ കാണിച്ചു കൂട്ടിയത് എന്നുള്ള രീതിയിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ജിന്നിൻ്റെ അടുത്ത്, നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതൊക്കെ ശരി തന്നെ, പക്ഷേ എൻ്റെ ഡ്രസ്സ് അവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ, അത് പിന്നെ നീയാണെങ്കിൽ നിൻ്റെ ഡ്രസ്സിൽ വൊമിറ്റ് ചെയ്തു, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അത് മാറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിലും നീ വൊമിറ്റ് ചെയ്തു, അതുകൊണ്ട് എൻ്റെത് ഞാൻ മാറ്റിയെന്ന് പറയുമ്പോൾ അഖിനാണെങ്കിൽ, ഇത് നിൻ്റെ അപ്പാർട്ട്മെൻ്റ് അല്ലേ, നീ ഇതുവരെയായിട്ട് വേറൊരു ഡ്രസ്സ് എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ, അത് പിന്നെ ഇന്നലെ രാത്രി വന്നിട്ട് നിന്നെ ബെഡിൽ കൊണ്ട് കിടത്തിയത് നീയാണെങ്കിൽ എന്നെ അങ്ങ് ഇറുക്കി പിടിച്ചിട്ട് എന്നെ വിടാതെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും എഴുന്നേറ്റൊന്നും പോകാൻ പറ്റിയില്ല എന്ന് പറയാണ്. ആ ഒരു സീനായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഇവരിങ്ങനെ ഇൻറ്റിമേറ്റ് ആവാൻ പോകുന്ന പോലെയൊക്കെ നമ്മളെ പെട്ടെന്ന് കാണിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അഖിൻ, ഓ അങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജിന്നിൻ്റെ കയ്യിൽ അഖിൻ ഡ്രിങ്ക് ചെയ്തിട്ട് കാണിച്ചു കൂട്ടിയതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നത് അഖിനിപ്പോൾ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ജിന്നൊരു പക്ഷേ തന്നെ അത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും ആ ഒരു വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്തത് എന്ന് കരുതിയിട്ട് നീയും ആ സിഗ്മ എൻ്റർടൈൻമെൻറ്റുകാരും കൂടെ ഈ വീഡിയോ കാണിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അഖിനാണെങ്കിൽ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നിനക്ക് എന്താ വേണ്ടതെന്ന് പറ, അത് ഞാൻ തരാം, പക്ഷേ പകരം ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് പറയാം, എന്തായാലും ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ എനിക്ക് നിന്നൊന്ന് ഹഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അങ്ങനെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ അഖിനാണെങ്കിൽ മറുപടിയൊന്നും പറയുന്നില്ല. എന്നാൽ അവൻ്റെ മറുപടിയൊന്നും കേൾക്കാൻ നിൽക്കാതെ തന്നെ ജിന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ അഖിനാണെങ്കിൽ അവനെയും ചവിട്ടി മാറ്റിയിട്ട് ജിന്നിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് കയറാണ്. എന്നിട്ട് അവൻ ഡ്രിങ്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നാൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ 1ഉം 2ഉം വീഡിയോ ഒന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് വരുമ്പോഴാണ് അവൻ മറ്റൊരു വീഡിയോ കാണുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്കും ജിന്ന് അഖിനെ തിരിച്ചിങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞത് അഖിനാണെങ്കിൽ ഇവനെ വിടാതെ പിടിച്ചു വെച്ചിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പിടിച്ചു വെച്ചിരുന്നിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ ദേഹം ടവലൊക്കെ ഉപയോഗിച്ച് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ അതും കൂടെയൊക്കെ കാണുമ്പോഴത്തേക്കും ജിന്ന് തന്നെ കെയർ ചെയ്തതാണ് ആ ഒരു ഫീല് അഖിന് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊന്നും ആലോചിക്കാൻ നിൽക്കുന്നില്ല, അതൊക്കെ അവൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് അവൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഷർട്ട് കിടക്കുവാണ്. ആ ഷർട്ട് തനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഓൾറെഡി അതിൻ്റെ അത് ജിന്നാണെങ്കിൽ അഖിന് വേണ്ടിയിട്ട് ഇടാനാണെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കി നോട്ടിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഷർട്ട് എടുത്തിട്ടാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവന് കഴിക്കാനുള്ള ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് ജിന്ന് വന്ന് നിൽക്കുന്നുണ്ട്. ജിന്ന് എന്നിട്ട് അഖിനടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് നമുക്ക് കൊണ്ടുവർക്കും ഒരുമിച്ച് TV കണ്ടിരുന്ന് ഫുഡ് കഴിക്കാമെന്നായി, എന്നാൽ ഇപ്പോൾ നമുക്ക് സെറ്റിൽ പോകാനുള്ള ടൈമായിട്ടുണ്ട്, അതുകൊണ്ട് കാറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം, ആ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ഞാനാണെങ്കിൽ സിന്നിനെ വിളിച്ചിട്ട് അവൻ്റെ അവിടെ വന്നോളാം, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന്, ഞാൻ ഓൾറെഡി സിന്നിനെ വിളിച്ച് കാര്യം പറഞ്ഞു, സിന്നിനാണെങ്കിൽ വരാൻ പറ്റത്തില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോകുന്നുണ്ട്. എന്നാലും അഖിനാണെങ്കിൽ സിന്നിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സിന്നാണെങ്കിൽ ഹലോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും എന്തൊക്കെയോ അടവറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നിൻ്റെ കൂടെ അവൻ പോകുന്നുണ്ട്. അങ്ങനെ സെറ്റിലെത്തിയിട്ട് അവരവരെ സീനൊക്കെ അഭിനയിക്കുകയാണ്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഒരു ലൈവ് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പയ്യൻ സിന്നിനോട് അഖിനെയും കൂടെ ആ ഒരു ലൈവിൽ ഒന്ന് കയറ്റാവോ, ഒരു 5 മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ ഓക്കെ ആണെങ്കിൽ നിർത്തിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അഖിനും ആ ഒരു ലൈവിന് നിന്നിട്ട് ജിന്നും അഖിനും ഒരുമിച്ച് ലൈവ് പോകുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവന് ഈ ലൈവിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ ഹായ് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അഖിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ഒരു കമൻറ്റ് കണ്ടിട്ട് ജിന്നത് വായിക്കുകയാണ്. അതായത് ഞാൻ ഒരു 21 ദിവസം അഖിൻ്റെ പുറകെ നടന്നാൽ എനിക്ക് അഖിനെ സ്വന്തമാക്കാൻ പറ്റുമെന്ന്. ആ
സമയം അഖിൻ 21 ദിവസമോ അതെന്താ ആ ഒരു കണക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് നിനക്കറിയത്തില്ലേ, അത് ഞാൻ പറഞ്ഞുതരാമെന്ന് ജിന്നിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞിട്ട് അതൊരു 21 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെ നമ്മൾ ഒരു 21 ദിവസത്തേക്ക് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുമെന്നാണ് പറയുന്നത്. ലവിലായാലും അങ്ങനെ തന്നെ 21 ദിവസം ഒരാളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് കിട്ടും, അയാൾ നമ്മുടേതാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്തിന് എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ട്. ജിന്ന സമയം എങ്കിൽ പിന്നെ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതിനാണെങ്കിൽ നീ എന്തുവാടേ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന അല്ല ഞാൻ ഈ ഫാൻസിൻ്റെ കമൻസ് വായിച്ചതാണെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് ആ കാര്യം അങ്ങ് വിട്ട് കളയുക. എന്നാൽ അഖിലാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് തിരിച്ച് മറുപടിയായിട്ട് നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ ട്രൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് കഴിയുമ്പോഴത്തേക്കും സിന്നും അഖിലും തിരിച്ചു പോകുന്നതാണ്. എന്നാൽ സിന്നാണെങ്കിൽ അഖിലിനെ ജിന്നിൻ്റെ കൂടെ അവൻ്റെ കാറിലേക്ക് കയറ്റി വിടുന്നുണ്ട്. ആ സമയം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അത് സിന്നും ജിന്നും തമ്മിലുള്ള എന്തോ പ്ലാനാണെന്ന് തോന്നുന്നു. കാരണം 21 ദിവസം പുറകെ നടന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഡേ 1 ആയിട്ട് കണക്കാക്കിയിട്ട് അഖിലിൻ്റെ കൂടെ പോകാനായിട്ടാണ് ജിൻ നിൽക്കുന്നത്. സിന്നിൻ്റെ അടുത്ത് എന്തിനാ എന്നെ ഇവൻ്റോടെ വിടുന്നതെന്ന് അഖിൻ ചോദിക്കുമ്പോൾ സിന്നാണെങ്കിൽ അത് പിന്നെ എൻ്റെ മോക്ക് തീരെ വയ്യ, എനിക്കൊന്ന് വീട്ടിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സിന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡെയിലി സെറ്റിലോട്ട് വരുന്നതും ഒരുമിച്ച് പോകുന്നതും ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ ജിന്ന് നന്നായിട്ട് അഖിൻ്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 16ാമത്തെ ദിവസമാവുന്നുണ്ട് ഇവർ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായിട്ട്. അങ്ങനെ 16ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും സെറ്റിൽ വെച്ചിട്ട് അഖിൻ ഡ്രസ്സ് മാറാനായിട്ട് കയറുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ജിന്നിപ്പോൾ ഉണ്ടായിരുന്നു. ആ സമയം ജിന്നാണെങ്കിൽ അവൻ്റെ അടുത്ത് ഐപാഡിൽ ടൈപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം തന്നെ കുറേ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, നിനക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു മനസ്സറിവ് വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? തോന്നിയിട്ടാലും കുഴപ്പമില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, അത് നീ സമ്മതിച്ചു തരാമോ? ഞാൻ നിൻ്റെ നിക്നെയിമായിട്ടുള്ള കിന്നെന്ന് നിന്നെ ഞാൻ ഇനി തൊട്ട് വിളിച്ചോട്ടെ, നിനക്കത് ഓക്കെ ആണെങ്കിൽ നീ ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ണിറുക്കി കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവൻ അതിന് പെർമിഷൻ കൊടുത്തു എന്ന്. അങ്ങനെ ജിന്നും അവനെ നോക്കി ചിരിച്ചിട്ട് താങ്ക് യു എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് കുറേ ദിവസം കടന്നു പോകുന്നുണ്ട്. ആ ഒരു 21 ഡേയ്സ് തിയറി അനുസരിച്ച് ആ 21ാമത്തെ ദിവസം ആവുന്നുണ്ട്. ജിന്നാണെങ്കിൽ അഖിലിന് കൊടുക്കാനായിട്ട് കാറിൽ കുറച്ച് ബൊക്കയും സംഭവമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ജിന്ന് എന്തൊക്കെയോ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ചിരിക്കുവാണ്. ആ സമയം അഖിൻ എന്തിനാ ഇത്രയും ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് അത് സീക്രട്ടാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരത്തില്ല, അതറിയണമെങ്കിൽ പിന്നീട് പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയമെല്ലാം ഇവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയം ഇവർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ട് ജിന്നിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് ജിൻ നിനക്കൊരു ലൈവ് പോകാനുണ്ട്, 1 മണിക്കൂറത്തെ ലൈവാണ്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അഖിൻ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് ജിന്നിൻ്റെ അസിസ്റ്റൻറ്റ് അഖിൻ്റെ അടുത്തും കൂടെ ആ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. എന്നാൽ അഖിനത് ഇഷ്ടമല്ല എന്ന് ജിന്നിനെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ വേണ്ട അവനെ വിളിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അസിസ്റ്റൻറ്റ് നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ അഖിൻ ഓക്കെ ഞാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലൈവ് സ്റ്റാർട്ടാവുന്നുണ്ട്. ആദ്യമെല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അഖിന് വല്ലാണ്ടങ്ങ് ദേഷ്യം വരുവാണ്. അതായത് ഇങ്ങനെ ഫാൻസ് കമൻസ് ആയിട്ട് ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ എല്ലാവരും ഫണ്ടിന് ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിപ്പോൾ അഖിനങ്ങനെ ലൈവൊന്നും പോകാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഒരു ഫാനാണെങ്കിൽ പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ ഇവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവനാണെങ്കിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആ ലൈവ് നടക്കുന്നതിനിടയിൽ തന്നെ ഇറങ്ങി പോവുകയാണ്. അതെന്തോ നമ്മുടെ ജിന്നിന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നൊരു കാര്യമായിരുന്നു. ഇതേസമയം അഖിനാണെങ്കിൽ ദേഷ്യത്തിൽ നേരെ വന്നിട്ട് അവൻ്റെ കാറിൽ കയറിയിരിക്കുകയാണ്. കാറിൽ ഓൾറെഡി സിന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കാറിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും ഇത്രയും ദിവസം ജിന്നിൻ്റെ കാറിൽ അവ ഇരുന്നിട്ട് ഇപ്പോൾ ഇവൻ്റെ കാറിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവനെന്താ വ്യത്യസ്തത, അതായത് ഇവൻ്റെ കാറിൽ അവന് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല ജിന്നിൻ്റെ കാറിലുണ്ടായിരുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ള ദേഷ്യം മൊത്തം അവനോട് കാറിൽ ഇരുന്ന് തീർക്കുമ്പോഴത്തേക്കും സിന്നാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ പറഞ്ഞു തീർക്ക്, അല്ലാണ്ട് ഇവിടെ കാറിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഇല്ലയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജിന്നുമായിട്ട് അഖിൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സെറ്റിൽ വെച്ചിട്ടായാലും അല്ലാതെ ആയാലും. എന്നാൽ ജിന്ന് അഖിനെ ഒഴിവാക്കാണ്. അതൊരു പക്ഷേ ആ ഒരു ലൈവിൻ്റെ ടൈമിൽ അവനങ്ങ് പെട്ടെന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം. എന്തായാലും അഖിനാണെങ്കിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട് ജിന്നിനോട് സംസാരിക്കാൻ. എന്നെ നീ വീട്ടിൽ കൊണ്ടുവിടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴെല്ലാം ജിന്ന് ഞാൻ ഫ്രീ അല്ല, ഞാൻ ബിസിയാണ്, പിന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെയാണ് വന്നത് എന്നൊക്കെയുള്ള കുറേ റീസൺസ് പറഞ്ഞിട്ട് അഖിനെ ഒഴിവാക്കി വിടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അഖിൻ അവൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ ഒരു കുഞ്ഞ് പാവക്കുട്ടീനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് എനിക്കെന്തിനാ ഇത്രയും സങ്കടം വരുന്നത്, ഞാൻ അവൻ്റെ അടുത്ത് സോറി പറയണമായിരിക്കും അല്ലേ, സോറി പറഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേസമയം തന്നെ എന്തോ റീസൺ കൊണ്ട് അഖിന് ഭയങ്കര ഹെയ്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെ അഖിനും ജിന്നും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കെമിസ്ട്രി എല്ലാം തന്നെ കുറഞ്ഞു വന്നിട്ട് ആൾക്കാരെല്ലാം ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാണുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും
വെച്ച് അഖിനും ജിന്നും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വീണ്ടും പഴയതുപോലെ ഇവർ ഫാൻസ് ആക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്, ആരെയൊക്കെയോ വിളിച്ച്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അഖിനും ജിന്നും തമ്മിൽ ശരിക്കും എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഷിപ്പ് ചെയ്ത് വീണ്ടും ഇവരടുത്തുള്ള സ്നേഹവും എല്ലാം വന്നിങ്ങനെ കയറിയിട്ട് കുറേ #ടാഗും സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും കൊണ്ട് നിറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം സെറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ജിന്നിനോട് സംസാരിക്കണമെന്ന് കരുതി തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ജിന്ന് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ കാറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. ആ സമയം ജിന്ന് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിന്ന് വീണ്ടും പറ്റത്തില്ലാത്തൊരു രീതിയിലൊരു കാരണം പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ അഖിനങ്ങ് കാറിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ആ സമയം അഖിൻ തന്നെ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങാമെന്ന് എഴുതിയിട്ട് ട്രാഫിക് സിഗ്നലിൽ ഇവരിങ്ങനെ പെട്ട് കിടക്കുന്ന ടൈമിന് ജിന്നിൻ്റെ അടുത്ത് നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു, വർക്ക് കുറേ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് നിനക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചപ്പോൾ അഖിനും വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്ന് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തില്ല, ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കിടക്കുമ്പോഴാണോ നീ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കാൻ നിൽക്കുന്നത് എന്നിങ്ങനെ അഖിൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് പക്ഷേ ജിന്നിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അഖിൻ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് ആ ട്രാഫിക്ക് മാറുന്നതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ അഖിൻ്റെ വീടിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ എത്തിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അഖിനാണെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്ത് നിർത്താനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അവൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാണ്. അങ്ങനെ ദേഷ്യം വരുന്നതും അഖിനാണെങ്കിൽ എൻ്റെ കൂടെ റൂമിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറയുമ്പോഴത്തേക്കും ജിന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഖിനാണെങ്കിൽ ജിന്നിനെ വലിച്ചെടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവിട്ടിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തില്ല, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അഖിനാണെങ്കിൽ നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക, നിനക്ക് എൻ്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ ജിന്നിനെ കിസ് ചെയ്യുന്നുണ്ട്. ജിന്നും അപ്പോൾ തിരിച്ച് കിസ് ചെയ്യുകയാണ്. എന്നിട്ട് ജിന്നാണെങ്കിൽ അഖിനെ മാറ്റി നിർത്തിയിട്ട് അത് പിന്നെ എനിക്ക് നല്ല പനിയാണ്, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, ഞാനത് ആക്ച്വലി ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞതാണ്, എന്നാൽ നമ്മുടെ ആ സീരീസിൻ്റെ എപ്പിസോഡ്സ് റിലീസ് ചെയ്യേണ്ടത് ഇപ്പോഴാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഷെഡ്യൂൾ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കുറേ മരുന്നൊക്കെ കഴിച്ചു, പിന്നെ നിന്നെ ഞാൻ മാറ്റി നിർത്തിയത് എൻ്റെ ഇത് നിനക്ക് ആ പനി വരാതിരിക്കാനാണ്, അല്ലാതെ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു ദേഷ്യമില്ല, ആരൊക്കെ നിന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ ജിന്നിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു നിനക്ക് എൻ്റെ അടുത്ത് മൊത്തത്തിൽ ദേഷ്യമായെന്ന്, എനിക്കാണെങ്കിൽ നല്ല പേടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നും തിരിച്ച് ഹഗ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാനൊരിക്കലും നിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഖിനാണെങ്കിൽ ജിന്നിന് കുടിക്കാനായിട്ട് കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ജിന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്നെ വെറുക്കത്തില്ല എന്നും, പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ തുറന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ജിന്നിനെ ഹഗ് ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കിസ് ചെയ്തിട്ട് അവരന്ന് ഇൻറ്റിമേറ്റ് ആവുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ബൈ.